പ്രസാദേ, പ്രസാദേ, ഒന്നിവിടം വരെ വരുമോ? എന്തിനാ? പ്രസാദ് എന്താ വരാൻ മടിച്ചത്? എനിക്ക് നിങ്ങളെ കാണുന്നത് ഇഷ്ടമല്ല. അതെന്താ? ഞാനൊരു തെരുവ് വേശിയായതുകൊണ്ടോ? ഒരിക്കലുമല്ല. വിശപ്പിന് വേണ്ടി വ്യഭിചരിക്കുന്നവരോട് എനിക്ക് അനുകമ്പയുണ്ട്. ഞാനും അങ്ങനെ ജനിച്ചവനാണ്. ഞാനും വിശപ്പടക്കാൻ എന്ന് വ്യഭിചരിക്കുന്നു. പണ്ട് നിങ്ങൾ ആരായിരുന്നു? ദേവാലയത്തിൽ പരിശുദ്ധിയുള്ള ഒരു കുടുംബജീവിതം നയിച്ചവൾ, ആഡംബരത്തിൽ ഭ്രമിച്ച് അക്കരപ്പച്ച തേടിയലഞ്ഞവൾ. എല്ലാം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ തെറ്റ് ചെയ്തവളാണ്. അതിന്റെ ശിക്ഷയും കിട്ടിക്കഴിഞ്ഞു. പശ്ചാത്തപിച്ച് പാവം മറയ്ക്കരുത്. അത് പോട്ടെ, രോഗം മനസ്സിനോ അതോ ശരീരത്തിനോ? പുച്ഛിക്കുകയാണോ? എന്റെ കുഞ്ഞിന്റെ വിശപ്പടക്കാൻ എനിക്കൊരു 10 രൂപ കടം തരണം. ഇന്നലെ വരെ ഞാൻ എന്റെ മാംസം വിറ്റ് എന്റെ കുഞ്ഞിനെ വളർത്തി. പക്ഷെ ഇന്നെന്നെ കൊണ്ട് കഴിവില്ല. എല്ലാം വിധിയെന്നോർത്ത് സമാധാനിച്ച് ഞാൻ ഇന്നും ജീവിക്കുന്നു. മരണദിനം എണ്ണി എണ്ണി കഴിയുന്ന ഒരു ക്യാൻസർ രോഗിണിയാണ് ഞാൻ. പാപത്തിന്റെ ശമ്പളം മരണം മാത്രമല്ല. എനിക്ക് തിരിച്ചു പോകേണ്ട പണമാണിത്. വിശക്കുന്ന കുഞ്ഞിനെ ഓർത്ത് ഞാനിത് തരുന്നു. പാപത്തിന്റെ ശമ്പളം മരണം മാത്രമല്ല, അക്കരപ്പച്ച തേടിയലഞ്ഞവൾ. ഓ, എന്താ അച്ഛനും ആളും കൂടെ രാവിലെ? വരൂ. സാർ ഇവിടെ ഉണ്ടോ? സാറോ? കക്ഷി അകത്ത് ഡിസ്ക്രിയേഷനില്ല. ഇപ്പൊ കാണണ്ട, ചർച്ച ചെയ്യാൻ അവിടെ. ഈ ഒരൊറ്റ ചിത്രം കൊണ്ട് നീ രക്ഷപ്പെടാൻ പോവുകയാണ്. ഈ സഹായം ഒരിക്കലും ഞാൻ മറക്കില്ല സാർ. എന്നും നന്ദിയുള്ളവളായിരിക്കും. നന്ദി ആർക്ക് വേണം? നീ ഇരിക്കേ, പറയാം. നിങ്ങൾ പോയി ചായയെല്ലാം കുടിച്ച് എനിക്കൊരു ബീഡിയും വാങ്ങി വാ, പയ്യെ വാ. സാറേ, അല്പം ചൂടില്ല അകത്ത്. നിങ്ങളാ? ഞാൻ മാമൻ, അമ്മാവൻ, കട്ടിയുടെ. മോള് വന്നു. സാർ എന്തൊരു പറഞ്ഞു മോളെ? ശ്രീകുമാരന്റെ വീടാണോ ഇത്? യെസ്. യാറിനി, ശ്രീകുമാരനെ ഒന്ന് കാണണം. ഓക്കെ, പാർത്താൽ പശി തീരും. വെയിറ്റ് പണ്ണുങ്കോ. ഒരു മലയാളിയായ നിങ്ങൾ തമിഴ് ഭാഷയെ ഇങ്ങനെ കൊന്നു കുടിച്ചു മൂടണം. എനിക്ക് മലയാളം വരവേ വരാது. നമ്മ പൊണ്ണ് രതിയുടെ പടം പാത്തിരിക്കുന്നീങ്ങളാങ്ങളോ? ഇല്ല, ഞാൻ സിനിമ കാണാറില്ല. എല്ലാരും ചൊല്ലണം, അന്ത ചെട്ടിയാർ ഒരേ പല്ലവി, ഇതുതാൻ പേച്ച്, എന്നുടെ മുഖം. നിർത്തണം. നിങ്ങളുടെ മോന്ത കാണാനല്ലേ ഞാൻ വന്നത്. ശ്രീകുമാറിനെ വിളിക്കണം. വിളിക്ക മാട്ടീ. ടൈമാകാതെ. ശരി, എന്നാൽ സമയമാകുമ്പോ നിങ്ങൾ ഈ കത്ത് ശ്രീകുമാറിന്റെ കയ്യിൽ പിടിച്ചാൽ മതി. അവന്റെ അച്ഛന്റെ കത്താണ്. ഞാൻ അവന്റെ അമ്മാവൻ. നീ വായിക്കാനൊന്നുമില്ല. എനിക്കിവിടെ നാട്ടിലൊന്ന് പോണം. എന്താണ് ഇത്ര അത്യാവശ്യം? അത്യാവശ്യമുണ്ട്. ഞാനും കൂടി അറിയട്ടെ. എല്ലാം നിന്നെ അറിയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടിയാലും എനിക്കത് അറിഞ്ഞേ തീരും. അതിന് നീ എന്റെ ഭാര്യയാണ്.
ഇനി ഭാര്യയാകാൻ ഞാൻ എന്ത് ചെയ്യണം? എന്താ ഇത്? കൊച്ചു കുട്ടികളെ പോലെ. ടേക്ക് ഇറ്റ് ഈസി. നടിയാണെങ്കിലും നായെപ്പോലെ അലഞ്ഞിട്ടില്ല. ആദ്യ അവസാനം ഈ ആളിന്റേത് മാത്രമാകണമെന്ന് ആശിച്ചു. അല്ലാതെ വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഛേ, ബാലിശമായി ചിന്തിക്കാതിരിക്കും. എന്നുമെന്നും ഞാൻ നിന്റേത് മാത്രമായിരിക്കും. ചേട്ടാ. രതി, വസന്തം പൊട്ടിവരിയുന്ന നിന്റെ മന്ദഹാസം എനിക്ക് മറക്കാൻ കഴിയും. മറന്നോ? ഇന്ന് പാർട്ടിക്ക് പോണ്ടേ? ഓ, ഞാനതങ്ങ് മറന്നുപോയി. കമാൻ, വേഗം ഡ്രസ് ചെയ്യും. കുമാർ, ഞാൻ നേരത്തെ നിന്നെ കാണാൻ വന്നിരുന്നു. രാഘവമാവൻ വല്ലതും കഴിച്ചു? കഴിച്ചു. എങ്കിൽ കിടന്നുറങ്ങണം. ഞാൻ ഉറങ്ങാൻ വന്നതല്ല. എന്നാൽ എനിക്ക് ഉറങ്ങണം. കുമാർ, ഈ രാത്രിയാമങ്ങളിലും നിന്നെ ഇവർ തുണർന്നിരിക്കുന്ന കുറെ മനുഷ്യജീവികളുണ്ടോ ഇവിടെ? വേദാന്തം പറയാനാണോ രാത്രി വന്നത്? വേദന പറയാനാണ്. വേദന കേൾക്കാൻ എനിക്ക് സമയമില്ല. വരൂന്നേ, നമുക്ക് ഉറങ്ങാം. കുമാർ, നീ ഉറങ്ങിയാൽ നിന്നെ ഞാൻ ഉണർത്തും. ഇയാൾ ആരാ? നീ ആരാണെന്നാണ് എനിക്കറിയേണ്ടത്. നീയോ? പിന്നെ രാജ്ഞിയോ? ഇത്തരം അഴിഞ്ഞാടി നടക്കുന്ന പെണ്ണുങ്ങൾ മദിരാശിയിൽ ധാരാളമുണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ചേട്ടാ, ചേട്ടൻ ഇതൊന്നും കേൾക്കുന്നില്ലേ? മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദ കെട്ടവൻ നീയാണോടാ? എടാ, നീ ഇത്ര അധപ്പതിച്ചനാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഓ, ഇവളോടൊപ്പമാണോ നിന്റെ ജീവിതം? ഇനി ഇത് ആവർത്തിക്കരുത്. മംഗലശ്ശേരി പത്മനാഭൻ തമ്പിയുടെ മകൻ ഒരു വേശിയുടെ കാവൽ പട്ടിയോ? നീ അടിച്ചത് എനിക്ക് ദുഃഖം. നിന്റെ കുഞ്ഞിക്കൈ കൊണ്ട് ഒരു കാലത്ത് ഒരുപാടടി ഞാൻ കൊണ്ടിട്ടു. നിന്റെ അധപ്പതനം കാണാനുള്ള കരുത്തെനിക്കില്ല കുഞ്ഞ്. ഞാൻ പോകുന്നു. നീ ഒരു ഭാര്യയായപ്പോ നിന്നിൽ എന്തൊക്കെയോ കുറഞ്ഞത്. എന്നും ഞാൻ കാമുകയായിരിക്കണം. നീ എന്നും എന്റെ കാമുകിയായിരിക്കും. ശ്വാസം മുട്ടുന്നു. എന്നിലെ ഞാനും നിന്നിലെ നീയും ലയിച്ചൊന്നായിരുന്നെങ്കിൽ. കൊതിയൻ കടിച്ചു തിന്നാൻ പോവുകയാണോ? ഇന്നോടെ ലോകം അവസാനിക്കില്ല. മതി. ആ, നമസ്കാരം. ആ, കോലപ്പനോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സാറിനെ ഒന്ന് കാണാനാണ് വന്നത്. ഇരിക്കും. ഞാനിവിടെ നിന്നോളാം. എന്നെ കാണാനാണ് വന്നതെങ്കിൽ ഇരുന്ന് സംസാരിക്കണം. ഇനി കാര്യം പറയൂ. ചാൻസ് ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട് സാർ. ഞാനിപ്പോ വെറും സപ്ലയർ കോലപ്പനല്ല, ജൂനിയർ ആർട്ടിസ്റ്റ് അസോസിയേഷൻ ചെയർമാനാണ്. ഓഹോ, നല്ലത്. അശ്വതി ഫിലിംസ് ചെട്ടിയാർ ഒരു പുരാണ പടം എടുക്കുന്നതായി അറിഞ്ഞു. ധാരാളം ജൂനിയർ ആർട്ടിസ്റ്റ് വേണ്ടിവരും. സാറാണ് സംഭാഷണവും ഗാനങ്ങളും എഴുതുന്നതായോ അറിഞ്ഞു. സാറ് ചെട്ടിയാരോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ചാൻസ് എനിക്ക് കിട്ടിയേനെ. താൻ ചെട്ടിയാരെ പോയി കാണൂ. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കാം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ആ, പിന്നെ കോലപ്പൻ പഴയ സ്വഭാവം ഒന്നും കാണിക്കരുത്. മോഷണം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ മോഷ്ടിക്കില്ല സാർ. അസൂയക്കാർ ചുമ്മാ പറയുന്നതാണ്. ചുമ്മാ പറയുന്നതൊന്നുമല്ല. സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് കുറെ കേബിളും ഇലക്ട്രിക് സാധനങ്ങളും ഒക്കെ മോഷ്ടിച്ച വിവരം എനിക്ക് അറിവുള്ളതാണ്. മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കും. രതി, രതി, കോലപ്പന് കാപ്പി കൊടുക്ക്. നമസ്കാരം.